ഉണ്ടായത്. രണ്ട് കാലിലാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. പക്ഷേ രണ്ടാഴ്ചയ്ക്ക് ഞാനൊരു 6 കാലിൽ നടക്കാനായിട്ടാണ് ദൈവം എന്നോട് പറഞ്ഞത്. ചിലരെങ്കിലും എന്നോട് പറഞ്ഞു ഈ പ്രോഗ്രാം ഒന്ന് മാറ്റിവെക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 90% കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. പിന്നെ എൻ്റെ ഒരു തടസ്സത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ നീക്കി വയ്ക്കുന്നത് ശരിയല്ല എന്ന് ദൈവമാകെ ബോധ്യമുണ്ടായി. അതുകൊണ്ടാണ് ആ പ്രോഗ്രാം നിശ്ചയിച്ചത് പോലെ നടക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഈ പ്രോഗ്രാം നടത്തുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 2009 മുതലാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇടയായി തീർന്നത്. അതിലേറ്റവും കൂടുതൽ ഞാൻ ഈ കാര്യം പറയുമ്പോൾ എൻ്റെ അമ്മയെ ഒന്ന് സ്മരിക്കാതെ പോകാൻ കഴിയില്ല. കാരണം ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയിൽ നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചത്. പക്ഷെ അന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. അന്ന് നമ്മുടെ ബുദ്ധിമുട്ടിൻ്റെ പ്രയാസങ്ങളുടെയൊക്കെ വേളയിൽ ചില പ്രായമായവർക്കറിയാം, നമുക്കൊരു പട്ടിണിയുടെ കാലമുണ്ടായിരുന്നു, ഒരു ബുദ്ധിമുട്ടിൻ്റെ കാലമുണ്ടായിരുന്നു, ഒരു നേരം വയ്ക്കാൻ അരിയില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. പുതിയ തലമുറയ്ക്ക് ഇത് മനസ്സിലാകുകയില്ല. എന്നാൽ അങ്ങനെയുള്ള ആ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ ഭവനത്തിൽ പലരും വരികയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മ ചെയ്തു കൊടുക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇടവന്നത്. കുറച്ചുകൂടെയും കാലം പരിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ പരിഷ്കൃതമായ നിലയിൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമെന്നുള്ളത് ഇങ്ങനെയുള്ള രോഗികളെ വിളിച്ച് അവർക്കൊരു സ്വാന്തനം നൽകുക എന്നുള്ളതാണ്. ഏതാണ്ട് ഇതൊരു 4ാമത്തെ പ്രോഗ്രാമാണ്. ആദ്യത്തെ പ്രോഗ്രാം, ഈ പ്രോഗ്രാം ഒരിക്കലും ഞങ്ങളുടെ സഭയുടെ പ്രോഗ്രാം അല്ല. നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ ഈ പഞ്ചായത്തിലുള്ളവരാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, രോഗത്തിൻ്റെ ക്ലേശങ്ങളിൽപ്പെട്ട് വേദന അനുഭവിക്കുന്നവർ, അവർക്കൊക്കെ ഒരു സ്വാന്തനം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് പ്രകാരം ഒന്നാമത് താങ്ങുന്ന കരങ്ങൾ എന്ന് പറഞ്ഞ് ഈ 2 വാർഡിലുള്ള വിധവമാരെ വിളിച്ചു. ധാരാളം വിധവമാർ ഉണ്ട്, അവരൊക്കെ പലപ്പോഴും കഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയുള്ളവരെ വിളിച്ച് ഒരു സഹായം ചെയ്യുവാൻ ഞങ്ങൾക്ക് ഇടയായി. രണ്ടാമത് ആശ്വാസത്തിൻ്റെ നുറുങ്ങുവട്ടം എന്ന പേരിൽ അന്ന് കിഡ്നി പേഷ്യൻസിനെ തന്നെയാണ് വിളിച്ചത്. അവർക്ക് വളരെ ആവശ്യമുള്ളതായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് 2-3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഞാനിതൊരു പരിധിവരെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ പ്രോഗ്രാം അതായിരുന്നു. 3ാമത്തെ ആശ്വാസം അകലെയല്ല എന്ന് പറഞ്ഞ് ക്യാൻസർ പേഷ്യൻസിനെ വിളിച്ച് ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തുവാൻ ഇടയായി തീർന്നു. ഇത് ഞങ്ങളുടെ 4ാമത്തെ പ്രോഗ്രാമാണ്. കിഡ്നി പേഷ്യൻസിനെ തന്നെ വിളിക്കാനുള്ളൊരു കാരണം അവർക്കാണ് സാമ്പത്തികമായ ആവശ്യങ്ങളുള്ളത്. ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന പലരുമുണ്ട്. ഡയാലിസിൻ്റെ തലവനാണ് ജോസഫ് ഡോക്ടർ. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. 2-3 ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണമെങ്കിൽ എത്രയോ പൈസ ആവശ്യമുണ്ട്. മാത്രമല്ല അതിൻ്റെ ഉപകരണങ്ങൾ, ഡയാലിസിസ് ചെയ്യാൻ വരുമ്പോൾ ഉള്ളതായ ഓട്ടോറിക്ഷ കാശ്, ഡയാലിസിസ് ചെയ്യുമ്പോൾ ഉള്ളതായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിക്കുന്നത് കിഡ്നി പേഷ്യൻസാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പിന്നെയും കിഡ്നി പേഷ്യൻസിനെ തിരഞ്ഞെടുക്കുവാൻ ഇടവന്നിട്ടുള്ളത്. നമുക്കറിയാം, നിങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തത് ഈ പഞ്ചായത്തിൽ നിന്ന് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ അവരോട് പറയും. വാർഡ് മെമ്പർ ഇവിടെ ഒരു മേരി ഫ്രാൻസിസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് തൊറൂർ പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾക്ക് 16 പേരുടെ പേര് പഞ്ചായത്തിൽ നിന്ന് തന്നിട്ടുണ്ട്. മൂക്കുനൂർ പഞ്ചായത്തിൽ നിന്നുണ്ട് ഏതാണ്ട് ഒരു 14 പേര്. പിന്നീട് അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ നിന്നുണ്ട്. അതുകൂടാതെ ഈ പഞ്ചായത്തിൽ ഉൾപ്പെടാത്ത പലരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. തലയോലപ്പറമ്പിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നിങ്ങളൊക്കെ വളരെ ആവശ്യത്തിലിരിക്കുന്നവരാണ്. പക്ഷേ നിങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും നിർവഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. പക്ഷേ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിയതനുസരിച്ച് ഒരു ചെറിയ സഹായം മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നത് ഒരുപക്ഷെ ഇതിനൊക്കെ വലുതായിരിക്കാം. പക്ഷേ ഞങ്ങൾക്ക് കഴിവുള്ളത് നിങ്ങളെ സഹായിക്കുക. മറ്റൊന്ന്, ഒരു ദൈവസ്നേഹം നിങ്ങളിലേക്ക് പകരപ്പെടുക.
നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ ലിസ്റ്റൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യം. ഞങ്ങളിത് ചെയ്യാനായിട്ട് ഒരു കാരണം, യേശുവിൽ നിന്നാണ് ഞങ്ങൾ ഈ മാതൃകയൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ബൈബിൾ കൈപിടിച്ചിരിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനം ആദ്യമായിട്ട് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്, കാണിച്ചു കൊടുത്തത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു പോയിട്ടുള്ള വീടുകൾ, സന്ദർശിച്ചിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ നിരാലംബർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, രോഗികൾ, ഇങ്ങനെയുള്ള ആളുകളുടെ മധ്യയായിരുന്നു യേശുവിൻ്റെ പ്രവർത്തനം. ഒരിക്കൽ യേശുവിൻ്റെ പ്രഭാഷണം കാണാൻ, കേൾക്കാൻ ഒത്തിരി പുരുഷാരം കൂടി. അവർ പിരിഞ്ഞു പോകുമ്പോൾ ശിഷ്യന്മാരോട് യേശു ഒരു കാര്യം പറഞ്ഞു. അവർ 3 നാളായി എന്നോട് കൂടെ ഇരിക്കുന്നു. അവർ പട്ടിണിയായിട്ട് പോയാൽ അവർ തളർന്നു പോകും. ഇത് യേശു പറഞ്ഞ വാക്കുകളാണ്. വാസ്തവത്തിൽ സാധാരണക്കാരെക്കുറിച്ച് ഏറ്റവും കരുതലുള്ളത് യേശു കർത്താവായിരുന്നു. ആ ഒരു മൂല്യം ഉൾക്കൊണ്ട് ദൈവസ്നേഹം ഞങ്ങൾ മനസ്സിലാക്കാൻ ഇടവന്നപ്പോൾ ചെറിയൊരളവിൽ നിങ്ങളിലേക്ക് ഈ ദൈവസ്നേഹം പകരുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് നിങ്ങൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇവിടെയുള്ള കിഡ്നി പേഷ്യൻസ് എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തൊക്കെ പേപ്പേഴ്സാണ് വേണ്ടത്. ഞാൻ പറയും ഒരു പേപ്പറും വേണ്ട, നിങ്ങൾ പേഷ്യൻ്റാണോ വരിക, പിന്നെ ഞങ്ങൾ തരാനുള്ളത് നേരെ തരും. ഈ 1-2 പേര് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ പ്രോഗ്രാമിന് വരുന്നത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ പല സഹായങ്ങൾ കിട്ടുന്നവരാണ്. മിക്കവാറും പാലുക്കാസിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കൂപ്പൺ തരും, നിങ്ങൾക്ക് അതുകൊണ്ട് പോയി ഡയാലിസിസ് ചെയ്യാം. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഒരു 1-1.5-2 മണിക്കൂർ നിങ്ങളുടെ ഹൃദയങ്ങൾക്കൊരു സമാധാനം, നിങ്ങളുടെ രോഗവും ദുഃഖവും ഒക്കെ വിട്ടിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് സന്തോഷിക്കാനായിട്ടുള്ള അവസരമാണ്. അതുകൊണ്ട് അതിലെടുത്ത് പറഞ്ഞൊരു കാര്യം, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ആ നിലയിലാണ് ഈ പ്രവർത്തനം പോകുന്നത്. വരുന്ന ആളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുമെങ്കിൽ ഇനിയും നമുക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാം നടത്തുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് കടന്നു വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കും.